ശേഖരൻ നേതാവുണ്ടോ? ശേഖരൻ മുതലാളിയോ? മുതലാളി അകത്തുണ്ട്. നമസ്കാരം നേതാവേ. ആ ആരാ? അനിയോ? നേതാവ് വരാൻ പറഞ്ഞത്? വാ അനി. ഞാനിനി എൻ്റെ വർഷപ്പിലെ പിള്ളേരോടൊപ്പം വണ്ടിപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. അതെന്താ നേതാവേ അങ്ങനെ പറഞ്ഞത്? അങ്ങനായാലും സാരമില്ലായിരുന്നു. വല്ല ജയിലിലും കിടക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു പേടി. മനസ്സിലായില്ല. വർഷങ്ങളായി ഞാൻ ഈ പാർട്ടിയെ നയിക്കുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒന്നും എനിക്ക് ജയിക്കാൻ കഴിയും. ആ ചില പാലംവലികളാ, അത് സാരമില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ജയിക്കണം. അനി, ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പറയാനാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത്. അനി, നിനക്ക് ഓർമ്മയില്ലേടാ, വർഷങ്ങൾക്ക് മുമ്പ് നീയും സുനിശനും കൂടി ഇതുപോലെ ഇലക്ഷൻ സമയത്ത് ജയനെ വഴിയിലിട്ട് വെട്ടിക്കൂട്ടിയത്? അത് നേതാവ് പറയട്ടില്ലേ? ഒന്ന് പതുക്കെ പറയടാ. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. അതിനാവശ്യത്തിന് നിനക്കൊക്കെ ഞാൻ തന്നിട്ടുമില്ലേ? എല്ലാ വഴിയും വെട്ടി ഒതുക്കിയിട്ട് തന്നെയാണ് ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയത്. എന്താ ജയം വല്ല മുട കാണിച്ചോ? ജയം കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ട് വെട്ടിയത് നമ്മളാണെന്ന് അവൻ അറിയത്തുകൂടിയില്ല. പിന്നെന്താ പ്രശ്നം? അന്ന് അവിടെ ആ സംഭവം നടക്കുമ്പോൾ ഒരാളിതെല്ലാം കണ്ടിരുന്നു. വേറെ ആരുമല്ല, ആ പൊട്ടൻ സുഖു. കുറച്ച് ദിവസമായി മനസ്സിനൊരു പേടി. നേതാവിന് പേടിയോ? ആറ്റുനോറ്റ് കിട്ടിയ അവസരമാണ്. പൊട്ടൻ സുഖു ഇത് പുറത്തു പറഞ്ഞാൽ ഞാൻ ആകെ പെടും. എൻ്റെ രാഷ്ട്രീയ ഭാവി തകരും. ഞാൻ ജയിലിലാകും. അനി, ആ പേടി അങ്ങ് തീർക്കണം. സുഖുവിനെ തട്ടണം. വെറുതെ എന്തിനാ ഓരോ മുള്ളുകൾ? വെട്ടിയാരെ. ആ പിന്നെ ചാടിക്കേറി വേണ്ട, മതിയെ മതി. പൊട്ടനാണേലും അവന് നാട്ടിൽ നല്ല മതിപ്പാ, അതില്ലാതാക്കണം. ആ രായമ്പിള്ളയും തങ്കപ്പനും ഒക്കെ ഉണ്ടല്ലോ, അവരെ അവൻ എതിരാക്കണം. എന്തെങ്കിലും ഒരു കേസ് വന്നാലേ അത് അവരുടെ തലയിലായിക്കോളും. എന്നാ പിന്നെ അനി വിട്ടോ, എല്ലാം പറഞ്ഞ പോലെ. ശരി നേതാവ്. ആ നിങ്ങൾ ഇവിടേക്കാണ്? ഞാൻ എവിടെയൊക്കെ നോക്കി. രാണ, നിങ്ങൾ എന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി? രായണ്ണൊക്കെ ഇറങ്ങിടാ, ഇനി മധുവണ്ണ മാത്രമേ ഇറങ്ങുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോരെ സെക്രട്ടേറിയറ്റിലോട്ട്? വേണ്ടേ? വേണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല. ഇതോ വേറൊരുത്തം വരുന്നു, ഓലവനെ. അവൻ അങ്ങനെ ഒരു പൊട്ടായി, ഒരു ഓല കെട്ടി അവനൊക്കെ. എന്തുകൂടെ ഇത്? ഇതിനൊക്കെ വെറൈറ്റി മനുഷ്യന്മാരെ ആദ്യമായിട്ട്. പിന്നെ എടാ തങ്കപ്പേണ്ണ, ഈ വിനയന് വല്ല പ്രശ്നമുണ്ടോ? ഈ കാറിൽ ഓലയിൽ കൈവശം കൊടുത്തിട്ടുണ്ടോ? എപ്പോഴും ഒരു ഓല കൈ കാണും. അണ്ണാ, അവന്റെ കിളി പോയ കഥ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. അത് ശരി, അങ്ങേരെ ഒന്നത് കിളിയും പറഞ്ഞ് വളിയും വിട്ടി. ആ കഥ നിങ്ങൾ പറയണേ. ഞാൻ പറയാം, അതൊരു പഴയ കഥയാണ്. ഈ വിനയനെ കിളി പോലത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ടോ. എന്നിട്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു. എടാ, ഈ പൊട്ടൻ ലോട്ടറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അടിപൊളി ഒരു പെണ്ണ്. അണ്ണാ, ഈ കിളി പോലത്തെ പെണ്ണെ കെട്ടിയോണ്ടാണ് എവന്റെ കിളി പോയത്? അതൊന്നും അല്ലടാ. കല്യാണം കഴിഞ്ഞ രാത്രി വളരെ പ്രതീക്ഷയോടുകൂടി വിനയൻ മണിയറയിലോട്ട് ചെന്ന് കയറി. എന്നിട്ട് ഓ, അയാൾ താമസിച്ചു പോയി. കൂട്ടുകാരൊക്കെ ഇപ്പോഴാ പോയത്. എവിടെ കാണുന്നില്ലല്ലോ? എന്ത് പാല്? പാലോ? എന്തിന്? ഇപ്പൊ നമ്മള് ചോറുണ്ടല്ലേ ഉള്ളത്. അതല്ലെന്ന്, പാല് വേണം. അണ്ണൻ അറിയില്ലേ ആദ്യ രാത്രിയിൽ അങ്ങനെയാണെന്ന്? ഈ എണ്ണ സിനിമയൊന്നും കണ്ടിട്ടില്ല. രാത്രിയില്ല സിനിമ. നിനക്ക് പാല് ഞാൻ നാളെ വാങ്ങിച്ചു തരാം. അങ്ങോട്ട് നീങ്ങിരി. എന്നാ ആദ്യ രാത്രി നാളെ മതി. ഈ രാത്രി പാല ഞാൻ അവിടെ പോവാനാ? ഒരു കാര്യം ചെയ്യാം, കാപ്പി ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കാപ്പി ഊപ്പി ഞാൻ പോന്ന്. വിനയണ്ണൻ അറിയാമോ, ആദ്യ രാത്രിയെ കുറിച്ച് എനിക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നെന്ന്? എല്ലാം കൊണ്ടുവന്ന് കളഞ്ഞില്ലേ? കരയാതെ കരയാതെ. പാലൊന്നുമില്ലാതെ വെറുതെ കൈയോടെ മണിയറയിലോട്ട് വിനയന്റെ അടുത്ത് പെണ്ണ് പറഞ്ഞു പാലെടുത്തോണ്ട് വരാ. കേട്ട പാതി കേൾക്കാത്ത പാതി വിനയെ പാത്രം എടുത്തോണ്ട് രമണിയാക്കന്റെ വീട്ടിൽ പോയി. കൃത്യം ആ സമയത്ത് തന്നെ പണിയും കഴിഞ്ഞ് രമണിയുടെ ഭർത്താവ് പീക്കംപൊടി അവിടെ എത്തി. പീക്കംപൊടിയനാണെങ്കിൽ പണ്ടേ രമണിയെ ഭയങ്കര സംശയമാണ്. രമണിയൊക്കെ പാലുണ്ടോ? ഇറങ്ങി മുട്ടുന്നത് രമണിയുടെ കാമകനെന്ന് കരുതി പീക്കംപൊടിയും വിനയന്റെ തലമണ്ടയ്ക്ക് ഓലമടലെടുത്ത് ഒരാടി. അടിയുണ്ടോ വിനയെ മൂക്കും കുത്തി താഴെ വീണു. പീക്കംപൊടിയനാണെങ്കിൽ വിനയനെ അറഞ്ചം കുറച്ചോ ഇട്ട് അടിച്ചു. എന്നിട്ടെന്താ, നാട്ടുകാരോട് കൂടി ആകെ പ്രശ്നമായി, എല്ലാം കുളമായി. ബോധം വന്നപ്പോ വിനയ എന്ത് പാലിന് വരെ ഓലയും കൊണ്ട് വീട്ടിൽ ചെന്ന് കയറി. ഈ പറ്റിയതൊന്നും പുതിയ പെണ്ണ് വിശ്വസിച്ചില്ല. പീക്കംപൊടിയന്റെ അടിയിൽ കിളിപോയ വിനയ ഓലയും കെട്ടിപ്പിടിച്ചായി നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം. അന്ന് മുതൽ ഓലയാണ് അവന്റെ ഭാര്യയും എല്ലാം.
നീ കൂടുതൽ കിണിക്കണ്ട. ഡേ, നിന്റെ ഓരോരോ ഐഡിയയിൽ കാരണമാണ് ഞങ്ങൾ ഈ അവസ്ഥയിലായത്. അറിയാല്ല കേട്ടോ മൊണ്ണേ. അതിന് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞാണ് സെമിത്തേരി പോകരുത്, അവിടെ പ്രേതമുണ്ട്. നീ മധുവിനെ കണ്ട, അവൻ പനി പിടിച്ച് എണീറ്റിട്ട് പോലുമില്ല. എന്റെ പൊന്ന് രായണ്ണ, നിങ്ങളന്ന് ജയിലിലായെന്നല്ല, ഇല്ലെങ്കിൽ നിങ്ങളെ പ്രേതം പിടിച്ചേനെ. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? ഞാൻ കണ്ടതാണല്ലോ സെമിത്തേരിയിൽ ആരൊക്കെ വന്നു ആ പോകും. നീ മിണ്ടരുത്. നിന്റെ ലക്ഷത്തിന്റെ കണക്കും തോലിങ്ക സ്കെച്ചും പ്ലാനും. നിങ്ങളല്ലേ പറഞ്ഞ ആ പ്രേരസ്വാമിയുടെ 2 തുള്ളി വെള്ളം തലേ വീണ എല്ലാം അങ്ങ് ശരിയാവുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഡാ അതേടാ, വിശ്വാസം വേണം, വിശ്വാസം. നിനക്ക് അന്നേ അതില്ലായിരുന്നല്ല, അതാണ് ഈ മൊത്തം കുഴപ്പമുണ്ടാക്കിയത്. ആ കുഴപ്പമില്ല, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമല്ലേ, അവിടുന്ന് കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഒപ്പിച്ചോളാം. ആര് ഇന്നാലും സോം പിരിക്കും, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. പിന്നെ 5 മണിക്ക് വാർഡ് കമ്മിറ്റി ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ ചെല്ലടാ ചെല്ല്. അവന്റെ ഒരു ആഞ്ഞ ഐഡിയ ആയിട്ട് വന്നേക്കുന്നു. നീ ഓടാ. ഒറ്റപ്പാറ ചോമ. ആൾക്കാരെ പറ്റിക്കാതെ ചുമ്മാ നടക്കടാ, മാന്യം മര്യാദക്ക്. പോട്ടി എന്തരണ്ണ? പേടിയ വള്ളി കാലി ചുറ്റി. ആഹാ, രായണ്ണ രായണ്ണ അപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയണ്ണ? തങ്കപ്പെണ്ണ ഇന്ന് പണിക്ക് പോയില്ലേ അണ്ണ? എന്നാ ഞാൻ പോട്ടെ അണ്ണ. എടാ പൊട്ട, അവിടെ അല്ലടാ. എന്താ അണ്ണ? എന്താ തങ്കപ്പെണ്ണ? എടാ നീയൊക്കെ ഞങ്ങളെ കുറിച്ച് എന്താടാ കരുതത്? നിന്നെ പോലെ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ? പന്നെ കഴിവറുടെ മോനെ. അയ്യോ അയ്യോ, ഇങ്ങോട്ട് പോണോ പൊട്ടി കഴിവേറി. ഇങ്ങനെ നോക്കി നടക്കായിരുന്നു പൊട്ടി. കൊല്ലൂടാ ഇന്ന് ഞങ്ങളെ കൊലക്കോട് കൊല്ലടാ പൊട്ടി. പിന്നെ ഇന്ന് കൊല്ലൂടാ. സൂക്ഷിച്ച്. അയ്യോ സൂക്ഷിച്ച്. അടുക്കരുത് അടുക്കരുത് അടുക്കരുത്. ഓടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലോടാ തങ്കപ്പാ. അയ്യോ പപ്പേ, അയ്യോ അയ്യോ ഓടി വാ പപ്പേ, പപ്പേ. നീ ഇക്കാര്യത്തിൽ ഇടപെടരുത്. നീ എഴുന്നേറ്റ് വീട്ടിൽ പോടാ. രായമ്പിള്ളേ, ഒന്നുമില്ലല്ലോ, സുഖമില്ലാത്തൊരു മനുഷ്യല്ലേ അവൻ. ആർക്ക് സുഖമില്ലെന്ന്? അവൻ കാരണേ ഞങ്ങൾക്ക് ആ സുഖമില്ലാതാവുന്നത്, മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഓരോ തോന്നിയാസത്തിന് കിട്ടുന്നതാ. അവനെ വിട്ടേര്. അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ, ആളാവുന്ന ഒരു അവസരം നോക്കി അതിലിടപെടും. വെറും രാഷ്ട്രീയക്കാരനായി എന്നെ കാണണ്ട, പച്ച ഒരു മനുഷ്യനാ ഞാൻ. എന്നാലേ ജയന്റെ കാര്യം നോക്കിപ്പോ, ആവശ്യമില്ലാതെ അവന്റെ കാര്യത്തിൽ ഇടപെട്ടാലേ നിന്റെ മറ്റേ കാലൂടെ ഞങ്ങൾ തല്ലി പിടിക്കും, പറഞ്ഞേക്കാം. തവക്കളറായനും തങ്കപ്പനും ഒക്കെ അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ വരടാ. നിന്നെയൊക്കെ നേരിടാൻ എനിക്ക് ഒറ്റക്കാല് മതി. ചുമ്മാ വല്ലടാ നിന്റെ പാർട്ടിക്കാരനെ നിന്റെ കാല് തല്ലി പിടിച്ചത്. അവസരം മതി. നിർത്തടാ. ശരിയുടെ ഭാഗത്തെ പണ്ടും ഞാൻ നിന്നിട്ടുള്ളൂ. എനിക്കൊരു പാർട്ടിക്കാരൻ്റെയും പിന്തുണയുടെ ആവശ്യമില്ല. സത്യം വിളിച്ചു പറയാൻ ഞാനൊരു മടിയില്ല. ഇനി അവന്റെ ശരീരത്തെ കാണും ഏതെങ്കിലും ഒരുത്തെ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അവന്റെ തല ഞാൻ അരിയും. എടാ സുഖു, എടാ ഇവിടെ ഒരുത്തരും നിന്നെ തൊടത്തില്ല. ജയനാ പറയുന്നേ. നടക്ക്. കണ്ടവരുടെ അടിയും വാങ്ങിച്ച് കഷ്ടം. എന്തിനാടാ ഇങ്ങനെ അവമാനം സഹിച്ച് ജീവിക്കുന്നത്? നിനക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പൊക്കിടാ. സാരമില്ലണ്ണ, ഞാൻ പൊട്ടനല്ലേ. പൊട്ടന്മാരോട് ആർക്കും എന്തോ ആവാമല്ലോ. എന്നെ നോവിച്ചിട്ടാണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ സന്തോഷമാവുന്നെങ്കിൽ ആവട്ടെണ്ണ. ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന പോലൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അതെൻ്റെ തെറ്റായിരിക്കും. പക്ഷേ ഈ പൊട്ടനും ചില ശരികളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ ഈ കൊച്ചു ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പൊട്ടണ്ണ. ശരിയാ, അണ്ണൻ പറഞ്ഞ പോലെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാൻ സമയമായി.
പോട്ടെ അണ്ണാ, ഞാൻ പോട്ടെ. അണ്ണാ ആരൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. പോലീസാണോ? ഡാ, ഇവിടെ സൂപ്പിട്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോടാ? എന്തോ സാറേ? ഇവിടെ സൂപ്പിട്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോന്ന് വേഗം പറടാ. സാറേ അങ്ങോട്ടാ സാറേ, അങ്ങോട്ടാ പോയി അങ്ങോട്ടാ. വണ്ടിയിലോട്ട് കയറ്. ഞങ്ങൾ എന്തിനാ സാറേ കയറുന്നത്? വണ്ടിയിലോട്ട് കയറാം. അയ്യോ എന്തിനാ സാറേ? കാരണം സാറേ വണ്ടി എടുത്തു സാറേ. ഇതുപോലെ അവനാ സൂക്കൂട്ടൻ. ആന്റണി, ആന്റണി അല്ലേ സാറേ? അത് സുഖുവാ. എന്നാ പിന്നെ ആന്റണി, നമുക്ക് അങ്ങോട്ട് പോയാലോ? എത്ര നാളായടാ നീ ഞങ്ങളെ ഇട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട്? നടക്കടാ, സാറേ ഒന്നും മനസ്സിലാവുന്നില്ല. വാടാ അങ്ങോട്ട്. കേറാ അങ്ങോട്ട്. സാറേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ സാറേ. എല്ലാം പറഞ്ഞുതരാം. പറഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവും. എന്താ അവന്റെ പേരെന്നാ പറഞ്ഞേ? സുഖു. സുഖു. ഈ സുഖുവിനെ എത്ര കാലമായിട്ട് അറിയാം നിങ്ങൾക്ക്? സാറേ 7 വർഷക്കാലമായിട്ട് അവനെ അറിയാം. അവനെ തെങ്ങേറാൻ പോകുന്ന വാസുവിന്റെ മോളെ കെട്ടിയേക്കുന്നത്. വാസു ആണെങ്കിൽ ഇടയ്ക്ക് തെങ്ങിൽ നിന്ന് വീണ് ചാവുകയും ചെയ്തു. അവൻ ഈ പശുവിനെ തീറ്റയും പാല് വിറ്റും ഒക്കെ ആണ് അവൻ ജീവിക്കുന്നത്. എന്താ സാറേ കാര്യം? പണ്ട് കുറച്ച് നാള് ഈ ജയിലിൽ അതെ കിടന്നു. അതെ സാർ, വാസ് കുറച്ചാലും ജയിലിലായിരുന്നു. ജയിലിൽ ഇറങ്ങിയ ശേഷമാണ് മോളെ സുഖുവിന് കെട്ടിച്ചു കൊടുത്തത്. ഇല്ല ഇതല്ലേ നിങ്ങൾ ഈ പറയുന്ന സുഖു? ഇവന്റെ വീടങ്ങ് കിഴക്കെന്ന് പറഞ്ഞാൽ അങ്ങ് ഇരുട്ടിയിൽ. അല്പം ഏലവും കാപ്പിയും റബ്ബറും ഒക്കെ നട്ടുവളർത്തി ജീവിക്കുന്ന സക്രിയ മാപ്പിളയുടെ 3 മക്കൾ ഇളയവൻ. ഡിഗ്രി പഠനവും കഴിഞ്ഞ് അടുത്തുള്ള തുണിക്കടയിൽ ജോലിക്കും കയറി. ഏതാണ്ട് 28ാമത്തെ വയസ്സിൽ വിവാഹവും കഴിഞ്ഞു. അവരുടെ ഇടവോ പള്ളിയിലെ പെൺകുട്ടി തന്നെയായിരുന്നു വധു. കുറച്ചു നാൾ കഴിഞ്ഞ് അവർക്കൊരു പെൺകുഞ്ഞും പിറന്നു. കുഞ്ഞ് വളർന്നു, 4ാം ക്ലാസ്സിലായി. സന്തോഷകരമായിട്ടുള്ള ജീവിതം. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും എല്ലാം ആന്റണി തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വണ്ടി വീണ്ടും പണി തന്നു. എന്നാ എത്തിയപ്പേ വണ്ടിക്ക്? മോള് ഒന്ന് ഇറങ്ങിക്കേ, പപ്പ നോക്കട്ടെ. വണ്ടി എന്താ ഓടാത്തെ? പപ്പ നോക്കട്ടെ മോളെ, എന്താണ് ബഹളം വെക്കാതെ. നടന്നു പോയാ മതിയായിരുന്നു, ഇത് കേറണ്ടായിരുന്നു. പപ്പയുടെ ഒരു ഊള വണ്ടി പരട്ട ക്ലാസും. പിണങ്ങാതെ, ഇപ്പൊ ശരിയാവും. മഴ വരുന്നു, ഒന്ന് പെട്ടെന്നാവട്ടെ. ഒരു ചടാക്ക് വണ്ടി. ഇപ്പൊ ശരിയാവും മോളെ. അടുത്ത മാസം പപ്പ ഉറപ്പായി പുതിയ വണ്ടി വാങ്ങിച്ചിരിക്കും. ഈ സത്യം ഞാൻ കുറെ കേട്ടതാ. ഈ പ്രാവശ്യം അതുപോലൊന്നുമല്ല, ഉറപ്പായിട്ടും വണ്ടി വാങ്ങിച്ചിരിക്കും. ആ സമയത്താണ് ആന്റണിയുടെ സുഹൃത്തുക്കളായ വർക്കിച്ചനും സാമിച്ചനും അവിടെ എത്തിയത്. ആന്റണി, ഓ അതുപോലെ നിന്റെ വണ്ടി വീണ്ടും പണി മുടക്കിവിടാ. വർക്കിച്ച, വണ്ടിക്ക് എന്തോ പറ്റി, ഇപ്പൊ ശരിയാവും. അല്ലെങ്കിലും ആന്റണിയുടെ വണ്ടി എന്നും വഴിയിലാണല്ലോടാ. മഴ വരുന്നുണ്ട്, ഞങ്ങള് നിങ്ങളുടെ വീട്ടിന്റെ അതിലെയാ പോകുന്നത്. വേണമെങ്കിൽ മോളെ അങ്ങോട്ട് ആക്കിയേക്കാം. ആ, അത് നല്ല കാര്യമാ. മഴയും വരുന്നു. മോളൊരു കാര്യം ചെയ്യും, വർക്ക് അങ്കിളിന്റെയും സാമി അങ്കിളിന്റെയും കൂടെ വണ്ടി കയറി വീട്ടിൽ പോകും. പപ്പ വണ്ടി ശരിയാക്കിയിട്ട് വേഗം വരാം കേട്ടോ. അതീ കയറി വേണ്ട അപ്പാ, നമുക്ക് മഴ അനഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. പറയുന്ന കേക്ക് മോളെ, പപ്പ പെട്ടെന്ന് വരാം. എന്നിട്ട് എന്താ സാറേ സംഭവിച്ചേ? അന്ന് മഴയത്ത് മോളെയും കൊണ്ടുപോയ വണ്ടി ആന്റണിയുടെ വീട്ടിൽ ചെത്തി. പകരം ദൂരെ ആളൊഴിഞ്ഞൊരു വീട്ടിന്റെ മുമ്പിലാണ് ആ കാർ ചെന്നത്. ഇങ്ങോട്ട് ഇറങ്ങ മോളെ. എന്നിട്ട് എന്താ സാറേ സംഭവിച്ചേ? പിറ്റേ ദിവസം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ജീവനില്ലാത്ത പിഞ്ചു കുഞ്ഞിന്റെ ശവശരീരമാണ് അവർക്ക് കിട്ടിയത്. മകളുടെ അടക്കം കഴിഞ്ഞ അന്ന് ആന്റണി അവരെ തേടിയ മദ്യലഹരിയിലായിരുന്ന വർക്കിച്ചനെയും സാമിച്ചനെയും ആന്റണി പൊക്കി. ആന്റണിയുടെ ഒറ്റ വെട്ടിന് വർക്കിച്ചൻ തീർന്നു. മരിക്കുന്നതിന് മുമ്പ് സാമിച്ചൻ ആ ഞെട്ടിക്കുന്ന രഹസ്യം ആന്റണിയോട് പറഞ്ഞു. ഇതിന്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയക്കാരനായ
ശേഖരൻ നേതാവായിരുന്നു. ശേഖരൻ നേതാവോ? ഇരിട്ടിയിൽ ബിനാമി പേരിൽ ഏക്കർ കണക്കിന് തേയിലത്തോട്ടം ശേഖരനുണ്ടായിരുന്നു. അയാളുടെ വിശ്വസ്തനായ തൊഴിലാളികളാണ് സാമിച്ചനും വർക്കിച്ചനും. ഇടയ്ക്കിടയ്ക്ക് ശേഖരൻ ഇരിട്ടിയിലെ തേയിലത്തോട്ടത്തിൽ വന്നു പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഇത് സംഭവിച്ചത്. മറ്റുള്ളവരെ പോലെ ശേഖരനെ തൊടാൻ ആന്റണിക്ക് കഴിഞ്ഞില്ല. കുഞ്ഞിനെ കൊന്നത് ശേഖരന് പങ്കുണ്ടെന്നും തെളിവുമില്ല. എങ്കിലും ആന്റണി ശേഖരനെ തേടി ഇറങ്ങി. പക്ഷേ ആന്റണിയുടെ നിർഭാഗ്യമോ ശേഖരന്റെ ഭാഗ്യമോ എന്നറിയില്ല. രണ്ടുപേരെ കൊന്ന കുറ്റത്തിന് ആന്റണി പോലീസ് പിടിയിലുമായി, ജയിലിലുമായി. ഏക മകളുടെ മരണവും ഭർത്താവ് ജയിലിലും. ആന്റണിയുടെ ഭാര്യയുടെ സമനില തെറ്റി. പിന്നെ ഒറ്റയ്ക്കായ അവർ ഒരു രാത്രി ആത്മഹത്യ. എന്റെ ദൈവമേ, പൊട്ടസുഖുവിന്റെ കഥകളാണ് ഇതൊക്കെ. പക്ഷേ ഇതുകൊണ്ടൊന്നും കഥ തീർന്നില്ല. 1 വർഷം തികയുന്നതിന് മുമ്പ് ആന്റണി ജയിൽ ചാടി. ലക്ഷ്യം ശേഖരനെ വകവരുത്തുക എന്നുള്ളതായിരുന്നു. പോലീസ് ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കി. ആന്റണി കിട്ടിയില്ല. പല പേരിലും പല വേഷത്തിലും അയാൾ ഒളിച്ച് താമസിക്കുമായിരുന്നു. ഒടുവിൽ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട വാസുവിൻ്റെ വീട് തേടി അവനിവിടെ എത്തി. വേറൊരു പേരിൽ വേറൊരു രൂപത്തിൽ ആന്റണി സുഖമായി ഈ നാട്ടിൽ പൊട്ടനായി കഴിഞ്ഞു. വാസുവിൻ്റെ മകളെ ആന്റണി വിവാഹം കഴിച്ചിരുന്നില്ല. ഒരു കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. ഇതെല്ലാം ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട കഥകൾ മാത്രം. അവൻ്റെ ലക്ഷ്യം അവൻ്റെ കുടുംബം ഇല്ലാതാക്കിയ ശേഖരനെ കൊല്ലുകയെന്ന് മാത്രമായിരുന്നു. എടാ തങ്കപ്പ, രണ്ടുപേരെ കൊന്ന കൊലപുള്ളിയായിരുന്നോടാ ഈ പൊട്ടസുഖു. ആർക്കും സംശയമില്ലാതെ ഇന്ന് വരാവ ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരം ഞങ്ങളെ ഇവിടെ എത്തിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നോ നാളെയോ ഇവിടെ ഒരു ജഡം കൂടി വീഴുമായിരുന്നു. അയ്യോ തങ്കപ്പ, കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. മനസ്സിലായി തൽക്കാലം അവനെയും കൊണ്ട് ഞങ്ങൾ പോവുക. നമുക്ക് കൊണ്ടുപോകാം സാറേ, കോടതിയിൽ വരുത്തിക്കാം. അതല്ലേ ചെയ്യാൻ പറ്റൂ. പക്ഷേ കൊല്ലാൻ ഒരുത്തിന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. ഒരു വിധിക്കും അവനെ തടയാൻ പറ്റില്ല. അവന് കിട്ടാനുള്ളത് കിട്ടട്ടോ. ചെയ്ത പണിക്കുള്ള കൂലി അവന് കിട്ടുക തന്നെ ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ നാളെ. ശേഖരന്റെ പേരിലുള്ള എല്ലാ കേസും ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയാണ്. ഒന്നും വിടില്ല. സാറേ, അവനെ ഒന്ന് കണ്ടോട്ടെ. നമ്മൾ വിചാരിച്ച പോലെ അല്ലണ്ണ, സുഖമല്ല കേട്ടോ. ആന്റണിയാ, ആന്റണി.